எல்லாருக்கும் நமஸ்காரம். அன்னைக்கு வணக்கம், தந்தைக்கு வணக்கம், ஆசானுக்கு வணക്കം, 18 സിദ്ധர்களுக்கு വണക്കം. അപ്പോൾ കഴിഞ്ഞ ഒരു ചൂട് കുറയ്ക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൽ ഒരുപാട് പേര് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും എല്ലാവരും എന്നെ വിളിച്ച് വളരെയധികം പിന്നെ റെസ്പോൺസാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നെ ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നല്ല കുറവുള്ളതായിട്ടും അതിലെന്താണ് അവർക്ക് വന്ന് വളരെ ഒരു മിറാക്കിളായിട്ടുള്ള വ്യത്യാസമാണ് അവർക്ക് കിട്ടിയതെന്നും പറയുന്നു. ഞാനും ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില സമയത്ത് എനിക്കും അത് ചെയ്യാനുള്ള ഒരു അവസരം സമയക്കുറവ് കൊണ്ട് കിട്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുടിയും ഒരുപാട് പെട്ടെന്ന് അങ്ങ് കൊഴിയുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഞാനും പലതരത്തിലുള്ള പിന്നെ മാർഗങ്ങൾ ഒക്കെ നോക്കി, പക്ഷെ അതിനൊന്നും എനിക്ക് സമയം കിട്ടായക കൊണ്ട് അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഞാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ മുടി വളരെയധികം വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത് വളരെയധികം നല്ല ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ കാണുന്ന പല ആളുകളും എന്നോട് തന്നെ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, ഇപ്പോൾ ഇച്ചിരി മുടിയൊക്കെ വരാൻ തുടങ്ങിയതുപോലൊക്കെ തോന്നിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് വളരെ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് പകരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ചൂട് ക്രമത്തിലധികം ആകുമ്പോഴാണ് നമ്മൾക്ക് പിത്ത സംബന്ധമായ അസുഖങ്ങൾ വളരെയധികം കൂടുന്നത്. അപ്പൊ ഈ അസുഖങ്ങൾ, ഈ ചൂട് ശരീരത്തിൽ ക്രമത്തിലധികം കൂടി കഴിയുമ്പോൾ ആദ്യം ഇത് എഫക്റ്റീവ് ആകുന്നത് കഴുത്തിന് മുകളിൽ ഉള്ള പിന്നെ അവയവങ്ങൾക്കാണ്. അപ്പോൾ കണ്ണെരിച്ചില്, അതുപോലെ തന്നെ ഉറക്കക്കുറവ്, ചെവി ഊതിയടപ്പ്, അതുപോലെ തന്നെ പിന്നെ തലവേദന, പിന്നെ മുടി കൊഴിച്ചില്, തലയിൽ ചുമ്മാ വെറുതെ നമ്മളൊന്ന് വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും വെറുതെ നമ്മൾ തലയിൽ ഇങ്ങനെ ഒന്ന് ആ ഉച്ചിയിൽ ഭാഗത്ത് ആ ഉള്ളങ്കൈ ഒന്ന് തൊടത്തക്ക രീതിയിൽ ഒന്ന് വച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം എന്തുമാത്രം പിന്നെ ചൂടിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ അടിവയറിലേക്ക് ആ ഒരു കൈയുടെ പിന്നെ ഉള്ളങ്കൈ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് വളരെയധികം ഭയാനകമായ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡബിനകത്ത് അത് ഒന്നും കൂടെ പറയാൻ ഞാൻ പിന്നെ ആ വീഡിയോ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഇത് പിന്നെ അവരെ അനുവർത്തിക്കുക. അത് സ്ഥിരമായിട്ട് അനുവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ശരീരത്തിൻ്റെ ചൂട് ക്രമത്തിലധികം അതൊന്ന് ബാലൻസ്ഡ് ആവും. അത് മാത്രവുമല്ല, ചൂട് കൂടുന്തോറും വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മളുടെ ശരീരം പോകുന്നത്. പ്രത്യേകിച്ച് സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എഫക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ദിനംപ്രതി ചൂട് കൂടുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് പിന്നെ ആ ചൂട് കൂടുന്ന വെയിലിൻ്റെ ആധിക്യം കൂടുന്ന സമയങ്ങളിൽ കൂടുതലും നമ്മൾ പിന്നെ വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് മറ്റൊരു വിദ്യയും കൂടെ ഞാൻ പറയാം. രാവിലെ നമ്മൾ വെറും വയറ്റിൽ നമുക്ക് ഒരു ഇഞ്ച് നീളത്തിൽ, ഞാനിത് മുമ്പേ സൂചിപ്പിച്ചതാണ്, 1 ഇഞ്ച് നീളത്തിൽ കറ്റാർ വാഴയുടെ ഒരു കഷണം, ഒരു പീസ് നമ്മൾ എടുക്കുക. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പശ എല്ലാം പോയതിന് ശേഷം അതിൽ ഒരു നുള്ള് പിന്നെ നമ്മുടെ ഈ പിന്നെ കുരുമുളക് ഒരു 5 or 6 എണ്ണം അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പച്ചയ്ക്ക് കടിച്ച് ചവച്ച് ഉമിനീരിനോട് ചേർത്ത് നമുക്ക് ഇറക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു മണ്ഡലം വരെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇനി എത്ര വലിയ വെയിലാണെങ്കിലും നമുക്കത് വളരെ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ശരീരം ചൂടാകത്തില്ല. ഞാനിത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് അവർ എന്നോട് അനുഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മാത്രവുമല്ല, അതുകൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. കാരണം നമ്മുടെ ബ്രെയിൻ പിന്നെ വളരെ കറക്റ്റായിട്ട്
ഏതൊരു കാര്യം കേട്ടാലും അതിനെ വിശകലനം ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഓർമ്മശക്തി, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളും നമുക്ക് ഇത് ചെയ്യുന്നതിൽ കൂടി നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതിന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന്റെ ചൂട് പിന്നെ ക്രമത്തിലധികം കൂടാതെ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ പിന്നെ നമുക്ക് അത് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ടബ് എടുക്കുക. ആ ടബ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ പിന്നെ ഒരു പാതി അളവിൽ, ഒരു സാധാരണ കിണറ്റ് വെള്ളമാണെങ്കിലും പിന്നെ പൈപ്പിലെ വെള്ളമാണെങ്കിലും അത് ചൂട് ഉണ്ടായിരിക്കരുത് എന്ന് മാത്രം. സാധാരണ ആ ഒരു ഊഷ്മാവ് ഉള്ള ആ ഒരു തണുത്ത ജലം അതിനകത്ത് നിറച്ചിട്ട് അതിനകത്ത് ഒരു അരമണിക്കൂർ മുതൽ ഒരു 3/4 മണിക്കൂർ വരെ അതിനുള്ളിൽ നമ്മുടെ ശരീരത്തിന്റെ മധ്യഭാഗം ആ വെള്ളത്തിൽ താഴ്ന്നിരിക്കത്തക്ക തരത്തിൽ നമ്മൾ ഇരിക്കുക. ഇരുന്നിട്ട് അത് എണീൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ചൂട് പിന്നെ ശരീരത്തിൽ നിന്നും വിട്ടുമാറുന്ന ആ ഒരു അനുഭവം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എന്നെ വിളിച്ചു പറഞ്ഞ എല്ലാവർക്കും വളരെ നന്ദി. എൻ്റെ ചാനല് പിന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ ഒരു മനപ്രയാസമുള്ളത് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് പോലും ചെയ്യുന്നില്ല എന്നുള്ള ഒരു മനപ്രയാസം എനിക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വേറെ എന്തിനാണ് ഞാൻ വീഡിയോ ഇടേണ്ടത് എന്നുള്ളതും കൂടി ആ കമന്റിൽ രേഖപ്പെടുത്തിയാൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. അത് മാത്രവുമല്ല, നമ്മുടെ ചാനല് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ എൻ്റെ എല്ലാവിധ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും എനിക്കും ഉണ്ടാകുമെന്ന് ശുഭ പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, ബൈ.